എല്ലാ വർഷവും എനിക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നു. ആ ചേച്ചി പൂ പേടി എങ്ങനെയുണ്ട് ചെറിയൊരു ക്യൂ നിറഞ്ഞു നിൽക്കുന്ന ഒരു അപ്പൊ ഞങ്ങൾ ഇതുവഴി പാർക്കാണ്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ആ ജോർജിയെ കണ്ടുപോലത്തെ. എല്ലാവർക്കും KR ട്രാവൽ വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളൊന്ന് കാണാൻ പോകുന്ന അബഹയിലുള്ള ആർട്ട് സ്ട്രീറ്റിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനങ്ങനെ ഒരു പൂ മേടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ എല്ലാ വർഷവും വരുമ്പോൾ ഈ ഒരു പൂ മേടിക്കാറുണ്ട്. തൈഫി വെച്ച് പോയപ്പോഴും ഞാനിത് മേടിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ പൂക്കാരി എനിക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നു. ആ ചേച്ചി പൂ മേടിക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തരിക. എങ്ങനെയുണ്ട് കേട്ടോ ചെറിയൊരു ഒരു ക്യൂ ലുക്കൊക്കെ വന്നു. എനിക്ക് ഒരു ക്യൂ ലുക്കൊക്കെ വന്നു. ചിലപ്പോൾ വേറെ ഒരു ലുക്ക് ഉണ്ടോ എനിക്കറിയില്ല. തൈഫി പോയപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പൂ മേടിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ഈ ഒരു പൂ മേടിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ അബായയുടെ കൂടെ ഇടുമ്പോഴാണ് ഒരു രസം, പർദ്ദയുടെ കൂടെ ഇടുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി വരുന്നത്. ചുരിദാറിൻ്റെ കൂടെ ഇടുമ്പോൾ അത്ര രസം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പർദ്ദ ഇട്ടേക്കും. ഇപ്പം ഈ പർദ്ദ മാറ്റും. എങ്ങനെയുണ്ട് ഗൈസ്? പൂ കൃഷിയൊക്കെയാണ് നല്ലത്. ഈ ഒരു മരം നിറച്ച് വയലറ്റ് പൂവായിട്ട് നിറച്ച് നിൽക്കും ഇവിടെ. നല്ല രസം ഇതുവഴി നടക്കാനായിട്ടുള്ളതും. പക്ഷേ ഇപ്പം എനിക്ക് എന്താണെന്നറിയില്ല, ആ ഒരു മരത്തിൽ പൂവില്ല. ദൂരെ ഉണ്ട്, പക്ഷെ അതിനകത്തൊന്നും നിറച്ചില്ല. ഇതിൽ നോക്കിക്കേ, ശരിക്കും നല്ല ഭംഗിയാണ്. അത് നിറഞ്ഞ് നിൽക്കുമ്പോഴേ ഈ തറയിലെല്ലാം പൂ ഇങ്ങനെ കിടക്കും. ഞാൻ വീഡിയോസൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ട വീഡിയോസും ഫോട്ടോസിലൊക്കെ ഞാൻ കണ്ട. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ ഉണ്ടായിരിക്കുന്നത്, പക്ഷേ ഇല്ല. ഇനി എപ്പോഴേലും നമുക്ക് പിന്നെ എപ്പോഴേലൊക്കെ വരാം. പക്ഷേ ഈ ഒരു പൂ ഇവിടെ ഇല്ല എന്നൊരു മാത്രം. ആ ഒരു പൂ കൂടെ ഉണ്ടായാൽ നല്ല രസമുണ്ടായിരുന്നു. നമ്മളെപ്പോഴും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പം ഈ ആർട്ട് സ്ട്രീറ്റ് കാണുമ്പോൾ ഈ പൂക്കളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അബഹയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പം അതിനകത്തൊന്നുമില്ല. അവിടെ കാണാം ദൂരെ ഉണ്ടോ ഈ പൂ ഉണ്ടോ? ഇത് ശരിക്കും ഇവിടെ നിറഞ്ഞു നിൽക്കും. അപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തേക്കാണ്. നടക്കാം ഇതുവഴി. ആൾക്കാരെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം. അപ്പം ഞങ്ങൾ ഇതുവഴി നടക്കുകയാണ്. ഒരു പാർക്ക് പോലെ ഒരു സംഭവമാണിത്. കണ്ട ആർട്ട് സ്ട്രീറ്റിൽ കൂടെ ഒരു വോക്കാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലേസ്. ഇവിടെ ഭയങ്കര വെയിലാണ്. എന്നാൽ വെയിലിനകത്തൂടെ ഒരു ചെറിയ തണുപ്പുണ്ട്, തണുത്ത കാറ്റുണ്ട്. കുട്ടികളൊക്കെ ഇത് എവിടെ നിന്നിട്ട് എൻജോയ് ചെയ്യാണ്. പിള്ളേരെല്ലാം ഒന്ന് കളിക്കുക. ചെറിയൊരു വാക്ക് ടൂർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അബഹയിലുള്ള സ്ഥലത്ത്. ഒരു പാർക്കാണ്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി ഒരു പാർക്കാണ്. മുള്ളോ കാക്ടസ് പോലെ. ഈ മരം കണ്ടോ? നമ്മൾ ആ ജോർജിയെ കണ്ട പോലത്തെ.
നമ്മൾ ജോർജ് വെച്ചിട്ടുണ്ട്. അത് പുക വരുന്നൊരു മരം എന്നൊക്കെ നമ്മളതിനെ കളിയാക്കി. അതിങ്ങനെ തൊട്ട് കഴിയുമ്പോൾ പുകയൊക്കെ വരും. അതിങ്ങനെ അനക്കുമ്പോഴത്തേക്കും പുകയൊക്കെ വരും. കുറേ നല്ല രസമൊക്കെ ഉള്ള മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേ പൈൻ ട്രീ, ഇതിനെന്താ പറയുന്നത്? പൈൻ എന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് ഈ സൈഡിലൊക്കെ കുറേ പൂക്കളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ പോലത്തെ ഈ സംഭവം കുറേ ഉണ്ട്. ഞങ്ങളിങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഇവിടെ എല്ലാ പൂ കാണാം, പക്ഷെ പൂ വളരെ കുറവാണ്. കണ്ടോ, ഈ ഒരു പൂവിൻ്റെ ഞാൻ പറഞ്ഞത് ശരിക്കും നിറച്ചത് നിൽക്കുവേ. ഇപ്പം അതിൻ്റെ സീസൺ അല്ല, അല്ലെങ്കിൽ പൊഴിഞ്ഞു പോകും, എന്തോ സംഭവിച്ചു, എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ ആ ജോർജിയ പോയപ്പോൾ എടുത്ത ആ റിസോർട്ടില്ലേ, സ്പാ ലപ്പോട്ട സ്പാ ലേക്ക് റിസോർട്ട്, അവിടെ വന്ന് നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്നല്ലേ. അതിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട്. ഇതാണ് ആ പൂ. പക്ഷെ ഇത് നിറച്ച് പൂണ്ടെങ്കിൽ അതിന് ഭംഗി വരും. ഇത് കുറേ പൊഴിഞ്ഞു പോയെന്തോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.